നമസ്കാരം, ഞാൻ ഡോക്ടർ സാജി. വീണ്ടും ഒരിക്കൽ കൂടി ഡോക്ടർ സാജി ടോക്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരു വീഡിയോയിൽ കരൾ രോഗങ്ങളും അതിൻ്റെ പരിശോധനകളും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ഉള്ള ഒരു ക്യാപ്ഷനിലാണ് നമ്മൾ സംസാരിച്ചു വന്നത്. അതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ തുടർച്ച എന്നോണം ഇപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. തീർച്ചയായും കരൾ രോഗം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലാദ്യം ഓടിയെത്തുന്ന ഒരു കണ്ടീഷനാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫാറ്റി ലിവർ നമുക്ക് സർവ്വസാധാരണ നമുക്കറിയാവുന്നതുപോലെ തന്നെ കൊഴുപ്പ് കരളിൽ അടിഞ്ഞു കൂടുന്ന ഒരവസ്ഥയാണ് ഫാറ്റി ലിവർ. അപ്പോൾ കൊഴുപ്പ് അടിഞ്ഞു കൂടിയാൽ എന്താണ് സംഭവിക്കുന്നത്? കൊഴുപ്പ് ശരിക്കുമുള്ള കരളിൻ്റെ നല്ല കോശങ്ങളിൽ കൊഴുപ്പ് ഇങ്ങനെ അടിഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായും കരളിൽ എത്തേണ്ടതായ ബ്ലഡ് സപ്ലൈ അത് അവിടെ കട്ടാവുന്നു. നോർമൽ ലെവലിൽ അവിടുത്തെ ബ്ലഡ് സപ്ലൈ എത്തുന്നില്ല. ബ്ലഡ് അങ്ങനെ സപ്ലൈ കിട്ടാതെ വരുമ്പോൾ അവിടുത്തെ കരളിലെ നല്ല കോശങ്ങൾ നശിക്കുവാനുള്ള സാധ്യത ഉണ്ടാകുന്നു. അപ്പോൾ ഈ കരൾ കോശങ്ങളിലെ നല്ല സെല്ലുകൾ നശിക്കുന്നു, കൊഴുപ്പടിയുന്നു. അങ്ങനെ ബാൻഡായിട്ട് ഈ ഓരോ ടിഷ്യൂസിൻ്റെയും സെൽസിൻ്റെ ഇടയിൽ ഇങ്ങനെ ബാൻഡായിട്ട് കൊഴുപ്പ് അടിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായി ഒരു ഇൻഫ്ലമേഷൻ എന്നൊരു പ്രക്രിയ ഉണ്ടാക്കുന്നു. ഇൻഫ്ലമേഷൻ എന്നൊരു പ്രക്രിയ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതായത് കരളിലൊരു മുറിവ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ഇഞ്ചറി എന്ന് പറയാം. ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അത് ഉണങ്ങിക്കഴിയുമ്പോൾ ഒരു സ്കാർ അല്ലെങ്കിൽ ഒരു തഴമ്പ് എന്ന് പറയും. ഈ തരത്തിൽ നമ്മൾ അനുമാനിക്കുകയാണെങ്കിൽ കരളിന് മുറിവ് സംഭവിക്കുന്നു. ആ മുറിവ് ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് പിന്നെ ഈ നല്ല സെൽസുകളെല്ലാം മാറി അവിടെ ഇങ്ങനെ ചില സ്കാർ ടിഷ്യൂ ഫോം ചെയ്തു. ആ സ്കാർ ടിഷ്യൂ ഉണ്ടായി ബാൻഡ് കണക്കിന് സ്കാർ ടിഷ്യൂ ഉണ്ടായി മൊത്തത്തിൽ അത് കരളിൻ്റെ നല്ല വശങ്ങൾ മൊത്തത്തിൽ തീർന്ന് ഫാറ്റ് കൂടുതലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കരൾ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത വിധത്തിലോട്ട് ചില സ്റ്റേജുകളിൽ കൊണ്ടെത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കരൾ രോഗം അല്ലെങ്കിൽ ഫാറ്റി ലിവർ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ട് ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 എന്നൊക്കെ. എന്താണ് ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഇതിനെ എങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവേ കരൾ കോശങ്ങളിൽ പൊതുവെ ആദ്യം ഒന്ന് സിമ്പിൾ ഫാറ്റി ലിവർ എന്നാണ്. ഈ സിമ്പിൾ ഫാറ്റി ലിവറിൽ യഥാർത്ഥത്തിൽ ആദ്യം ഒരുവിധം കൊഴുപ്പ് ഇങ്ങനെ അടിഞ്ഞ് ചേരുന്ന ആദ്യത്തെ ഒരു പ്രക്രിയയാണ് ഫാറ്റി ലിവർ തുടക്കം എന്ന് പറയുന്നത്. അത് സ്റ്റിയാറ്റോസിസ് എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്. അങ്ങനെ കൊഴുപ്പ് അടിഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല സമയങ്ങളിലും ബ്ലഡ് സപ്ലൈ കിട്ടാതെ വരുമ്പോൾ അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു. അതിനെ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു അവസ്ഥയാണ്. കൊഴുപ്പ് അഴിഞ്ഞു കൂടുന്നതിനോടൊപ്പം കലകൾക്ക് ദോഷം അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയ. അത് മൂന്നാമതാണ് ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. ഫൈബ്രോസിസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ സ്കാർ വരും. അങ്ങനെ ഒരു സ്കാർ ടിഷ്യൂ ഒരു തഴമ്പ് വന്നു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഘട്ടമായി അവിടെ എല്ലാം നല്ല സെൽസ് മാറി ഫൈബ്രോസിസ് എന്ന് പറയുന്ന ഒരവസ്ഥയിൽ സ്കാർ ടിഷ്യൂ ഓവറായിട്ട് വരുന്ന ഒരവസ്ഥയാണ് ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. ആ ഫൈബ്രോസിസ് എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നും അടുത്ത് ഒരു പരിധിവരെ ഫൈബ്രോസിസിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ ആ സ്ഥലത്ത് വരെയൊക്കെ അത് റിവേഴ്സിബിൾ ആണ്, നമുക്ക് തിരിച്ച് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷെ ഫൈബ്രോസിസിൻ്റെ സ്റ്റേജ് കഴിഞ്ഞു പോയാൽ സിറോസിസ് ആണ്. സിറോസിസ് ഒരു ഏർലി സ്റ്റേജ് ഓഫ് സിറോസിസ് വളരെയധികം ശ്രമപ്പെട്ട് അല്ലെങ്കിൽ ഫലപ്പെട്ട് നമുക്കത് പരിഹരിക്കാമെങ്കിലും സിറോസിസ് പിന്നെ അപൂർവം ചെല്ലെങ്കിലും അത് പിന്നെ കാഴ്സനോമ കണ്ടീഷൻ എന്ന് പറയുന്ന ഹെപ്പറ്റോസെല്ലുലാർ കാഴ്സനോമ എന്നുള്ളൊരു കണ്ടീഷനിലോട്ട് കൊണ്ടെത്തിക്കാമെന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഫാറ്റി ലിവർ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഫാറ്റി ലിവർ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ അതിന് രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് AFLD എന്ന് പറയും, അത് ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്നാണ്. തീർച്ചയായും ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുമ്പം അതുപോലെ തന്നെ മറ്റൊരവസ്ഥയാണ് നോൺ AFLD. അത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസാണ്. പേര് പോലെ തന്നെ AFLD ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാമെന്നുള്ളതുകൊണ്ട് അത് മദ്യം കൂടുതലായി കഴിച്ചുകൊണ്ട് ഉണ്ടാകുന്ന ഒരു സ്ഥിതിയാണ്. മദ്യപാനികൾക്ക് അല്ലെങ്കിൽ അമിതമായ മദ്യം ഉപയോഗിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു ലിവർ ഡിസീസാണ്. മറിച്ച് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്നത് മദ്യം ഇല്ലാതെ തന്നെ നമ്മൾ ബഹുഭൂരിപക്ഷം പല സ്ത്രീകളിലും നമ്മളത് കണ്ടുവരാറുണ്ട്. പിന്നെ മദ്യം കഴിക്കാത്തവരിൽ പോലും ചില തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് ഇപ്പം അമിതമായ ഭാരം, അമിതമായ പ്രമേഹം, നിയന്ത്രണ വിധേയമല്ലാത്ത പ്രമേഹം, അമിതമായ കൊളസ്ട്രോള്, അമിതമായ ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഇത്തരം ചില രോഗങ്ങൾ, പിന്നെ മറ്റു ചില രോഗങ്ങൾക്ക് എടുക്കുന്നതായ
ചില മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ. നമുക്കറിയാം, ഒരളവിൽ ഈ പാരസെറ്റമോൾ എന്ന് പറയുന്ന നമ്മൾ പനിക്ക് ഉപയോഗിക്കുന്ന മരുന്ന് പോലും ഒരു പരിധിയിൽ കൂടുതലായി കഴിഞ്ഞാൽ അതൊരു ഹെപ്പറ്റോടോക്സിനാണ്. അപ്പോൾ ലിവർ ടോക്സിൻ, ലിവറിന് ദോഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പല മരുന്നുകളും ഈ പറയുന്ന തരത്തിൽ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്കിതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് കരൾ രോഗങ്ങളെക്കുറിച്ച് പെട്ടെന്ന് തിരിച്ചറിയാമെന്നുള്ളത്. സ്വാഭാവികമായി നമ്മളെല്ലാവരും എപ്പോഴും പറഞ്ഞിരിക്കുന്നത് പോലെ ബ്ലഡ് ടെസ്റ്റ് തന്നെയാണ് അതിൻ്റെ പ്രാഥമികമായത്. ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് സ്കാനിൽ തന്നെ വ്യത്യസ്തമായ സ്കാനുകളുണ്ട്, അതും വരും എപ്പിസോഡുകളിൽ പറയാനുള്ളതാണ്. അപ്പോൾ ബ്ലഡ് ടെസ്റ്റിൽ എന്തൊക്കെയാണ് സാധാരണ നമുക്കറിയാം, ലിവർ ഫങ്ഷൻ ടെസ്റ്റാണ് ചെയ്യാറുള്ളത്. ആ ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് LFTയിൽ ALT, ഇന്ന് അതിനെ മുൻകാലങ്ങളിൽ അറിഞ്ഞിരിക്കുന്നത് SGPT രണ്ടും ഒന്നാണ്. പല ലാബുകളിലും പലതരത്തിൽ ഇങ്ങനെ ചിലപ്പോൾ പറയും എന്നതേ ഉള്ളൂ. SGPT അല്ലെങ്കിൽ ALT, അതുപോലെ AST അല്ലെങ്കിൽ SGOT, പിന്നെ GGT, ഇങ്ങനെ പറയുന്ന ഒരു 3 സാധാരണ ടെസ്റ്റുകൾ കൊണ്ടാണ് സാധാരണ രീതിക്ക് നമുക്ക് ഈ കാര്യങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ SGPT ആണ് ഇപ്പോൾ ALT എന്ന് പറഞ്ഞു. SGPT നമ്മൾ സെറം ഗ്ലൂട്ടാമിക് പൈറുവിക് ട്രാൻസാമിനേസ് എന്നുള്ളതായിരുന്നു നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിപ്പോൾ ALT ആകുമ്പം അലാനൈൻ അമിനോ ട്രാൻസ്ഫറൈസ് എന്നുള്ള രീതിക്ക് പറഞ്ഞു. SGOT സെറം ഗ്ലൂട്ടാമിക് ഓക്സാലോ അസറ്റിക് ട്രാൻസാമിനേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ AST എന്ന് പറയുമ്പോൾ ആസ്പിറേറ്റ് അമിനോ ട്രാൻസ്ഫറൈസ് എന്ന് പറയുന്ന പേരിൽ മാത്രമേ ചില വ്യത്യാസങ്ങളുള്ളൂ. GGT പിന്നെ മറ്റൊരു ടെസ്റ്റാണ് സാധാരണ നമ്മൾ ഈ പറയുന്നത് GGT എന്ന് പറയും. അത് ഗ്ലാമ ഗുട്ടാമിൽ ട്രാൻസ്ഫറൈസ് എന്ന് പറയുന്ന ഒരിതാണ്. ആൽക്കഹോളിക് റിലേറ്റഡ് ആയിട്ടുള്ള ലിവർ ഡിസീസും അല്ലെങ്കിൽ ബൈൽ ഡക്റ്റിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നറിയാനാണ് സാധാരണ ഈ GGT കൊണ്ട് നമ്മളെ സഹായിക്കുന്നത്. ഇനി നമുക്ക് SGPT SGOT അല്ല എന്നുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ കൂടുതലായി സംസാരിക്കുക. നമുക്കറിയാം, SGPT കൂടി നിന്നിരുന്നാലും SGOT കൂടി നിന്നിരുന്നാലും ഒക്കെ സാധാരണയായി നമ്മുടെ ലിവറിന് തകരാറുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ഇതിലേതാണ് കൂടുതലായി കൂടി നിൽക്കേണ്ടത് അല്ലെങ്കിൽ കൂടി നിൽക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ഉള്ള രീതിക്ക് നമുക്ക് പറയാം. രണ്ടും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്നതാണ് എങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് പറയാവുന്നതാണ്. ഈ SGOT എന്ന് പറഞ്ഞ എൻസൈം ശരീരത്തിൽ പലയിടത്തു നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. അപ്പോൾ SGOT കരളിൽ നിന്ന് മാത്രമല്ല, SGOT കരൾ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും മസില്, ഹാർട്ട്, അങ്ങനെയൊക്കെയുള്ള പല ഭാഗങ്ങളിൽ നമുക്ക് ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ ലിവർ രോഗമല്ലാതെയുള്ള, കരൾ രോഗമല്ലാതെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള മസിൽ ഇഞ്ചുറി, ഈവൻ മസിൽ ഇഞ്ചുറി, ഹാർട്ട് അറ്റാക്ക് തുടങ്ങിയ രോഗം ഉള്ള അവസ്ഥകളിൽ പോലും SGOT കൂടി നിൽക്കാം. അപ്പോൾ SGOT കൂടി നിൽക്കാം. അവിടെ നമുക്ക് സ്വാഭാവികമായി മനസ്സിലാക്കാനുള്ളത് എന്ന് പറയുന്നത് കരളിന് പുറമെ മറ്റു പല രോഗങ്ങൾ കൂടെ സംശയിക്കേണ്ടിയിരിക്കുന്നു. SGPT ഏറെക്കുറെ ലിവറിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എൻസൈം ആയതുകൊണ്ട് കൂടുതലായിട്ടും SGPT ഒരു ലിവർ ഡിസീസിനെ തന്നെയാണ്, അല്ലെങ്കിൽ ലിവർ ഡിസീസിനെ തന്നെയാണ് പ്രധാനമായും സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. എന്നാൽ ഈ SGOTയും SGPTയും ഇങ്ങനെയൊക്കെയാണ് ഈ രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളിൽ ഇത് കൂടിയും കുറഞ്ഞുമൊക്കെ വരുമെങ്കിലും ഒരു പക്ഷേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലിവർ സിറോസിസ് ടെസ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ SGPT നോർമലായി കണ്ടേക്കാം. ഇവിടെയാണ് നമുക്ക് യാതൊരുവിധ തരത്തിലുള്ള തെറ്റിദ്ധാരണകളും വരാൻ പാടില്ല എന്ന് പറയുന്നത്. SGPT ഒരുപക്ഷെ കരൾ സ്വയം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഹോർമോൺ ആയതുകൊണ്ടും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിറോസിസിൻ്റെ അധികരിച്ച അല്ലെങ്കിൽ മറ്റൊരു വല്ലാത്ത ഒരു സ്റ്റേജിൽ സ്ഥിതിവിശേഷത്തിൽ സിറോസിസ് എത്തുമ്പോഴുള്ള ഒരു പ്രശ്നമെന്ന് വയ്ക്കുമ്പോൾ അവിടെ ഈ SGPT ഉണ്ടാക്കാനുള്ള കരളിൻ്റെ കഴിവിന് അല്ലെങ്കിൽ കരളിൻ്റെ സംവിധാനത്തിന് ദോഷമായി ബാധിക്കുന്നത് കൊണ്ട് ബ്ലഡ് ടെസ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ SGPT നോർമലായി കണ്ടേക്കാം. അങ്ങനെ SGPT നോർമലായി അതുകൊണ്ട് സാധാരണ രീതിക്ക് 10 തൊട്ട് 40 യൂണിറ്റ്സ് പെർ ലിറ്റർ എന്നുള്ള ഒരു അളവിലാണ് നമ്മൾ SGPT അളക്കുന്നത്. SGOT ആണെങ്കിൽ 5 തൊട്ട് 40 യൂണിറ്റ്സ് പെർ ലിറ്റർ എന്നുള്ളതാണ്. പക്ഷേ ഇത് ചില ലാബുകളുടെ ഇതനുസരിച്ചിട്ട് ഇതിനെ കുറച്ച് ഏറ്റക്കുറച്ചിലുകൾ കാണാം. പക്ഷേ ലാബിൻ്റെ ഇതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ ആ റെഫറൻസ് റേഞ്ച് അവിടെ ഉണ്ടാവും. ആ റെഫറൻസ് റേഞ്ച് വെച്ചിട്ട് നമുക്കതിനെ
ഏകദേശം നമുക്കതിനെ ബന്ധപ്പെടുത്തി നമുക്ക് അനാലിസിസ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ SGPT കൂടുമ്പോൾ അത് ഹെപ്പറ്റൈറ്റിസ് പോലുള്ള കണ്ടീഷനാവാം, ആൽക്കഹോളിക് ലിവർ ഡിസീസിൻ്റെ ആവാം, അല്ലെങ്കിൽ ഫാറ്റി ലിവറിൻ്റെ ആവാം. SGOTയും ഫാറ്റി ലിവറിൻ്റെ കണ്ടീഷൻ കൊണ്ടാവാം. പക്ഷേ ഫാറ്റി ലിവർ അല്ലാതെ തന്നെ അനുബന്ധമായി മറ്റു പല പ്രശ്നങ്ങൾ കൊണ്ടും നമുക്ക് SGOT കൂടാം എന്നുള്ളതാണ് അതുകൊണ്ട് ഇപ്പോൾ പറയാനുള്ളത്. ഇതിലുപരിയായി മറ്റ് പല ടെസ്റ്റുകളുണ്ട്. അതിനേക്കാൾ ഉപരിയായി തന്നെ നമുക്കൊരു അൾട്രാസൗണ്ട് സ്കാൻ എടുക്കാം. സ്കാനിൽ നിന്ന് ഫാറ്റി ലിവറിൻ്റെ ഗ്രേഡ് അറിയാം. ഇനി വ്യക്തമായി എടുക്കാൻ അൾട്രാസൗണ്ട് സ്കാനിൽ പോലും തെളിയാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് മറ്റു ചില സ്കാനുകളുണ്ട്. അതിനെക്കുറിച്ച് വരും എപ്പിസോഡുകളിൽ പറയാം. എങ്കിലും ഇപ്പോൾ നമുക്ക് സ്വാഭാവികമായി ഇതിന് എന്തൊക്കെയാണ് പെട്ടെന്നുള്ള ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു മാർഗം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഏറ്റവും ഫലപ്രദമായ ഒന്നുണ്ട്. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ അമിതമായ ഭാരം നിയന്ത്രിക്കണം, ഇൻസുലിൻ റെസിസ്റ്റൻസ് നിയന്ത്രിക്കണം, അതിന് കൃത്യമായ വ്യായാമം വേണം, മദ്യപാനം പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ധാരാളം വെള്ളം കുടിക്കുക, ലിവർ ഡീടോക്സിഫൈ ചെയ്യണം, ലിവർ ശുദ്ധീകരിക്കപ്പെടണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലായി ദിവസം ഒരു 1/2 ടീസ്പൂൺ കറുവപ്പട്ടപ്പൊടി ചൂട് നാരങ്ങ നീരിൽ ഒരല്പം തേനും കൂടെ, പ്രത്യേകിച്ച് പ്രമേഹമില്ലാത്തവർക്കാണെങ്കിൽ തേൻ വയ്ക്കാൻ തേനും കൂടെ ചേർത്ത് കഴിച്ചാൽ വളരെയധികം പ്രയോജനം ചെയ്ത് ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഡയബറ്റീസ് പോലുള്ള കാര്യങ്ങൾ കുറയ്ക്കുവാൻ കഴിയും. നമ്മുടെ ശരീരഭാരം കുറയുമ്പം തന്നെ യഥാർത്ഥത്തിൽ ഫാറ്റി ലിവറിൻ്റെ അവസ്ഥ താഴോട്ട് വരുമെന്നാണ്. അപ്പോൾ ഭാരം കുറയ്ക്കുക എന്നുള്ളത് പ്രധാനമാണ്. രാവിലെ ചൂട് വെള്ളത്തിൽ നാരങ്ങ നീര് ചേർത്ത് കഴിക്കുന്നതും വളരെ നല്ലതാണ്. ഇനി ഒരു വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഡീടോക്സിഫയിങ് ഏജൻറ്റ് ഇതെന്ന് പറയുന്നത് മധുരമിടാത്ത നമ്മുടെ സാധാരണ കോഫിയാണ്. കരളിൻ്റെ ആരോഗ്യത്തിന് കോഫി വളരെ ഉത്തമമെന്നാണ് പറയുന്നത്. അതുപോലെ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള മറ്റൊരു ഇതാണ് ഗാർസീന കാംബോജിയ എന്നുള്ള. ഇത് ഒന്നുമല്ല, നമ്മുടെ കുടംപുളിയാണ്. ഇപ്പോൾ കുടംപുളിയുടെ ഉപയോഗം നമുക്ക് ഏത് തരത്തിലായാലും ഉപയോഗിച്ചാൽ വളരെയധികം നേട്ടം ചെയ്യുമെന്നുള്ളതാണ്. അതിനോടൊപ്പം പൂവരശലപ്പൊടി, അതായത് ചീരാന്തീരം. പണ്ട് നമുക്കറിയാം, നമ്മുടെയൊക്കെ പണ്ട് ഗ്രാമങ്ങളിലൊക്കെ വീടുകളിലൊക്കെ ഇഡ്ഡലി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത് ചീലാന്തി ഇലയിലാണ്. ചീലാന്തി ഇലപ്പൊടി അല്ലെങ്കിൽ ചീലാന്തി ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും ഒരു പരിധിവരെ ഫാറ്റി ലിവർ കുറയ്ക്കുമെന്നുള്ളതാണ്. മദ്യപാനം കൊണ്ടുള്ളതാണെങ്കിൽ പൂർണ്ണമായിട്ട് മദ്യപാനത്തിൻ്റെ അത് കുറയ്ക്കുകയോ അല്ലെങ്കിൽ അത് പൂർണ്ണമായി ഒഴിവാക്കുകയോ ചെയ്യുക, വെള്ളം ധാരാളം കുടിക്കുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായും ഫാറ്റി ലിവർ എന്നുള്ള പ്രശ്നം നമുക്ക് കുറയ്ക്കാം. കരൾ രോഗത്തിൻ്റെ മറ്റു പല പ്രശ്നങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.